ടിൻഡു ടിൻഡു ഡാ എഴുന്നേൽക്ക്, സ്കൂളിൽ പോണ്ടേ? എഴുന്നേൽക്ക്. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല അച്ഛാ. എനിക്ക് തീരെ സുഖമില്ല. എന്താ അസുഖം? എനിക്ക് സ്കൂളിൽ പോയിട്ട് ഒരു സുഖം തോന്നുന്നില്ല. ആഹാ, സ്കൂളിൽ പോകുന്നത് സുഖം കിട്ടാനല്ല, പഠിക്കാനാ. എണീറ്റ് എണീറ്റേ. മോനെ ടിൻഡു, എടാ അയ്യോ ഇവൻ എന്ത് പറ്റി? വാ പൂട്ടുന്നില്ലല്ലോ. എടാ ടിൻഡു മോനെ, എന്ത് പറ്റി നിനക്ക്? ഷോ, വെറുതെ ടെൻഷൻ അടിച്ചു. ഇങ്ങനെയൊരു കൂട്ടുവായ. അത് പിന്നെ അച്ഛാ, ഇന്നലെ സൺഡേ ആയിരുന്നില്ലേ? രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് കളിക്കാൻ പോയി. അതുകൊണ്ട് കോട്ടുവായ ഇടാൻ നേരം കിട്ടിയില്ല. അപ്പൊ ഇന്നലത്തെയും കൂടി ചേർത്തിട്ടതാ. അച്ഛാ, ഈ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം നേരാവോ? വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം നേരാകുമെന്നൊക്കെയാണ് പറയാറ്. എന്നാ പിന്നെ സ്കൂളിൽ പോകേണ്ടി വരില്ല. എണീറ്റ് സ്കൂളിൽ പോകാൻ നോക്ക്. ഇന്ന് രാവിലെ തന്നെ സ്കൂളിന് തീ പിടിക്കുന്നതായി ഒരു സ്വപ്നം കണ്ടു. അത് സത്യമാവുമായിരിക്കും. എടാ, ആ തീ ഫയർഫോഴ്സുകാർ കെടുത്തുന്നതായി ഞാനും ഇന്ന് സ്വപ്നം കണ്ടു. എടാ, നീ ടിൻഡുമോനാണെങ്കിൽ ഞാൻ നിന്റെ അച്ഛൻ കുഞ്ഞുമോനാണടാ, കുഞ്ഞുമോൻ. ഓ, സ്കൂളിന് തീ പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. ഡാടാ, മതി പ്രാർത്ഥിച്ചത്. സ്കൂളിൽ പോകാൻ നോക്ക്. അത്ര പെട്ടെന്നൊന്നും സ്കൂളിന് തീ പിടിക്കില്ല. അയ്യോ അച്ഛാ, അതിനല്ല. ഞാൻ കൊച്ചിയെ അമേരിക്കയുടെ തലസ്ഥാനമാക്കണേന്ന് പ്രാർത്ഥിച്ചതാ. കൊച്ചിയോ? എടാ, കൊച്ചി എങ്ങനാടാ അമേരിക്കയുടെ തലസ്ഥാനമാകുന്നത്? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ടെസ്റ്റില് അമേരിക്കയുടെ തലസ്ഥാനം ഏതാണെന്ന ചോദ്യത്തിന് ഞാൻ കൊച്ചി എന്നാണ് ഉത്തരം എഴുതിയത്. ഇനി പ്രാർത്ഥിക്കല്ലേ നിവർത്തിയുള്ളൂ. അച്ഛൻ, ഞാൻ പോവാണേ. അല്ല, അച്ഛൻ ഇന്ന് ഓഫീസിൽ പോണ്ടേ? അച്ഛൻ ഇന്ന് 10 മണിക്ക് പോയാ മതി. അതൊക്കെ നമ്മുടെ ചിഞ്ചുന്റെ അച്ഛനെ കണ്ടുപഠിക്കണം. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയാ രാത്രി 10 മണിക്ക് തിരിച്ചെത്തൂ. എന്ത് സുഖാന്നറിയാമോ? പിന്നെ രാവിലെ മുതൽ രാത്രി വരെ വീട് വിട്ട് നിൽക്കുന്നതാണല്ലോ ഇത്ര വലിയ സുഖം. ഞാൻ ചിഞ്ചുവിന്റെ കാര്യാ പറഞ്ഞത്. ചീത്ത പറയാനാളില്ല. ഇഷ്ടം പോലെ കാർട്ടൂൺ കാണാം, ഉറങ്ങാം, കളിക്കാം. ഹോ, എന്ത് സുഖാന്നറിയോ? എന്താ ടിൻഡു, നീ എന്റെ ക്ലാസ്സിൽ മാത്രം കണ്ണട വയ്ക്കുന്നത്? അത് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, തലവേദന വരുമ്പോ കണ്ണട വെക്കണമെന്ന്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് സയൻസ് ആണ് പഠിച്ചോണ്ടിരിക്കുന്നത്. സർ ഐസക് ന്യൂട്ടൺ ഒരാപ്പിൾ മരത്തിന്റെ അടിയിലിരിക്കുമ്പോൾ തലയിൽ ഒരാപ്പിൾ വീണു. അങ്ങനെയാണ് അദ്ദേഹം ഗ്രാവിറ്റി കണ്ടുപിടിച്ചത്. എന്തൊരത്ഭുതമല്ലേ? അത്ര വലിയ സംഭവമൊന്നുമല്ല. അയാള് നമ്മളെ പോലെ ക്ലാസ്സിലിരിക്കുകയായിരുന്നെങ്കിൽ ഒരു കുന്തവും കണ്ടുപിടിക്കില്ലായിരുന്നു.